സാറേ, ജമാഅത്തെ ഇസ്ലാമി, നമ്മൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് BJP സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? എന്നാൽ എനിക്കിപ്പോൾ തോന്നുന്നത്, കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം അവരുടെ ചാനലിൽ ഒരു ചർച്ച കണ്ടു. അതിൽ സുരേഷ് ഗോപിയുടെ പ്രസ്ഥാനങ്ങൾ സാധാരണ BJPക്കാർക്ക് വിഷമം ഉണ്ടാക്കില്ലേ, ഇങ്ങനെ പ്രസംഗിക്കാം, ഇങ്ങനെ എന്താണ് സുരേഷ് ഗോപി പ്രസ്താവനകൾ നടത്താൻ പാടുണ്ടോ? അതായത് എനിക്ക് പിന്നെ മന്ത്രിസ്ഥാനം പോകണം, പോയിക്കോട്ടെ, സിനിമയാണ് പ്രധാനം എന്നൊക്കെ അതിലുള്ള ഡയലോഗ് മുമ്പ് അടിച്ചല്ലോ. ഞാൻ സിനിമയിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞുണ്ട്, എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ജയിപ്പിച്ച് സാധാരണ BJPക്കാർക്ക് വിഷമമാകില്ല. എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. BJPക്കാരുടെ സങ്കടം മുഴുവൻ അവരുടെ ജമാഅത്തെ ഇസ്ലാമി അവർക്ക് വേണ്ടി കരയുന്നു, അവർക്ക് വേണ്ടി കരയുന്നു. ഇങ്ങനെ സുരേഷ് ഗോപി അതുകൊണ്ട് അഭിനയം നിർത്തണം. ഏത് സുരേഷ് ഗോപി അഭിനയം എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടർ കോമ, അത് സിനിമ അഭിനയമല്ല, ജീവിതത്തിൽ അഭിനയം നിർത്തണം. ഇവരെ പോലെ ജീവിതത്തിൽ അവർ അഭിനയിക്കാറില്ലല്ലോ. ഇവർ ഈ ഉള്ളിൽ മതരാഷ്ട്രവാദവും ഫാസിസവും കൊണ്ടു നടക്കി പുറത്ത് ഈ പറയുന്നത് പോലെ മതേതരവാദികളും ജനാധിപത്യവാദികളായിട്ട് അഭിനയിക്കുന്ന ടീമാണല്ലോ. അത് മനസ്സിലാണെങ്കിൽ അങ്ങ് അവിടെ പോയാൽ മതി, എവിടെ ബംഗ്ലാദേശിൽ പോയാൽ മതി. അപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഓരോ രാജ്യത്ത് ഓരോരോ രീതിയിലല്ലേ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് CPM-നെ നമുക്ക് തള്ളിപ്പോകാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ CPM ബേസിക്കലി ഇന്ത്യൻ്റെ ഇടതുപക്ഷം എന്ന് വെച്ചാൽ ബേസിക്കലി മാക്സിമം ഇന്ത്യക്ക് പുറത്തുനിന്നുണ്ടായ ഒരു ഐഡിയോളജിയാണ്. അത് ഗ്ലോബലി വന്ന ഐഡിയോളജിയാണ്. മൗദൂദീസ് അത് ഇന്ത്യക്കുള്ളിൽ വന്ന ഐഡിയോളജിയാണ്. അപ്പോൾ അവരുടെ ബേസിക് ലക്ഷ്യം എന്ന് വെച്ചാൽ ഇന്ത്യയെ ഇസ്ലാമിലൂടെ മോചിപ്പിക്കുക. ഇന്ത്യക്കാരെല്ലാം പാവികളാണ്, ഇസ്ലാമിൽ വൽക്കരിക്കപ്പെടുന്നതോടുകൂടി ഈ പാവികളെല്ലാം നല്ല മനുഷ്യന്മാരാകും, മുസ്ലിങ്ങളാകും, സ്വർഗത്തിൽ കൊണ്ടാക്കും, സ്വർഗരാജ്യമാക്കും. ഇതാണ് അവന്മാരുടെ പ്ലാൻ. അപ്പോൾ ബേസിക്കലി നമ്മുടെ രാജ്യത്തിനെതിരെ അല്ലെ രാജ്യത്തെ ഇസ്ലാമൈസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വന്നിട്ടുള്ള ഒരു മതമൗലികവാദ സംഘടനയാണിത്. പല തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ഈ പറയുന്ന പോലെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സിമി ഇവരുടെ വിങ്ങായിരുന്നു, പിന്നെയാണ് മാറിപ്പോയത്. അത് ശരി. അപ്പം ഒരു സംഘടനയാണ്. അപ്പോൾ അവർ എവിടെ നിന്ന് പറഞ്ഞാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യക്ക് അപകടകരമാണ്. അവരുടെ ശരിയായ മുഖമാണ് ബംഗ്ലാദേശിൽ കാണുന്നത്, പാകിസ്ഥാനിൽ കാണുന്നത്. കശ്മീരിലും ഇവിടെ അവന്മാരൊന്ന് മൈൽഡായി നിൽക്കുന്നു. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ജനാധിപത്യ സംവിധാനം നമ്മളെ പട്ടാളമൊക്കെ വളരെ ശക്തമായതുകൊണ്ട്. അതുകൊണ്ട് അവിടെ BJP-നെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത് അവരാണ്. BJP ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ ശത്രു. പക്ഷേ BJP കേരളത്തിൽ ക്ലച്ച് പിടിക്കാത്തതുകൊണ്ട് അവർക്ക് BJP-നെ എതിർക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സുരേഷ് ഗോപി വന്നതോടുകൂടി BJP എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ BJP കേരളത്തിൽ വലിയ മൂവ്മെൻറ്റായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഒരു ലോക്സഭാ മണ്ഡലം ജയിക്കുക അത് ഇത്രയും വലിയ മാർജിൻ അത്ര എളുപ്പമല്ല കാര്യമല്ല. BJP-ക്കാർ തലങ്ങും വിലങ്ങും നിന്നിട്ട് ഇവിടെ ക്രിസ്ത്യാനികളെ RSS ഒരുമിപ്പിക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ അതവിടെ പറ്റി. അതിൻ്റെ അനുരണനങ്ങൾ മറ്റു പല സ്ഥലത്തും ഇപ്പോൾ കാണുന്നുണ്ട്. അവർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന കാര്യം മണിപ്പൂരൊക്കെ പറയുമ്പോൾ കോപ്റ്റിക് ക്രിസ്ത്യാനികളെ ഇവരുടെ ആളുകൾ തന്നെ ഇസ്ലാമിക് ബ്രദർഹുഡ് ഈജിപ്തിൽ പിടിപ്പിക്കുന്ന രാഷ്ട്രീയം വേണ്ടിയില്ലല്ലോ. കോപ്റ്റിക് ക്രിസ്ത്യാനികളെ ഇവിടെ സിറിയൻ ക്രിസ്ത്യൻസിനെ പോലെ വിഭാഗമാണ് അവിടുത്തെ. ഇവർ ഭയങ്കര ബഹുമാനത്തോടു കൂടി മുഹമ്മദ് മൂസി ഇനി അധികാരം നഷ്ടപ്പെട്ടാണ് വലിച്ചത്. ഇവർ കണ്ണുകൂടെ ഇങ്ങനെ വെള്ളങ്ങൾ ഒലിക്കും. മുഹമ്മദ് മൂസിൻ്റെ ആളുകൾ കോപ്റ്റിക് ക്രിസ്ത്യൻസിനെ പലതവണ ആക്രമിച്ചു അവിടെ. നമ്മളൊന്നും കണ്ടിട്ടില്ല ഇതുപോലെ. അപ്പോൾ അതിൽ ബംഗ്ലാദേശ് പലതവണ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയൊന്നും അതിന് മുമ്പ് അപ്പോഴും എന്തൊരു ന്യൂസ് കണ്ടു. അങ്ങനെ എല്ലാവരും നമ്മൾ കുറ്റപ്പെടുത്തി തുടങ്ങിയല്ലോ. അതിൻ്റെ മുമ്പേ ഈ ബാബറി മസ്ജിദ് തകർത്ത സമയത്തൊക്കെ അവിടെ ഹിന്ദുക്കൾ വ്യാപകമായിട്ട് വംശഹത്യക്ക് വിധേയമായിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സുരേഷ് ഗോപി ഇവരെ പോലെ അഭിനയിക്കുന്ന ആളല്ല. അതുകൊണ്ട് അതൊക്കെ അഭിനയം നിർത്തേണ്ട ആവശ്യമില്ല. ഇവർ നിർത്തിയാൽ മതി. ഇവർ നിർത്തിയാൽ പിന്നെ പുറത്ത് കാണുന്ന ദംഷ്ടകളായിരിക്കും. ഫാസിസത്തിൻ്റെ, മതമൗലികവാദത്തിൻ്റെ, തീവ്രവാദത്തിൻ്റെയൊക്കെ ദംഷ്ടകൾ പുറത്താണ്. സുരേഷ് ഗോപി അങ്ങനെ കാണണമെന്നില്ല. അപ്പോൾ ഭയങ്കര സ്നേഹം BJP-നോട്. കാരണം സുരേഷ് ഗോപി എന്നോടുകൂടി BJP രക്ഷപ്പെടുന്ന അവസരമായി. അപ്പോൾ ആരാ ടാർഗറ്റ് ചെയ്യണം? BJP സുരേഷ് ഗോപിനെ ടാർഗറ്റ് ചെയ്യണം. അത് നിങ്ങൾ ശ്യാമിനോട് ചോദിച്ചാൽ മതി. ശ്യാമ മുമ്പ് അപ്പോൾ അതിൽ ആക്കിയതല്ലേ. അവർ ചില BJP നേതാക്കന്മാരൊക്കെ അവർക്ക് സ്നേഹമുണ്ട്, മൈൽഡായിട്ടുള്ള. അത് ആ BJP നേതാക്കന്മാരുടെ കുഴപ്പമില്ല, അവരെങ്ങനെ അറ്റാക്കിംഗ് മൂഡിലേക്ക് വരാത്തതുകൊണ്ടാണ്. അറ്റാക്കിംഗ് മൂഡിലേക്ക് വരുന്ന സുരേന്ദ്രനെയൊക്കെ അവർ കണ്ടെടുത്താൽ കണ്ടോ മുരളീധരൻ, മനസ്സിലായില്ലേ? അപ്പം ഇത് ഇവരെ BJP-ക്കാർ ബേസിക്കലി എല്ലാം BJP-ക്കാർ തന്നെയാണ്. പക്ഷേ ഒരു അറ്റാക്കിംഗ് മൂഡിൽ ഓരോരുത്തർ ചില ജോൺ സൗമ്യനാണ്, ഞാൻ കുറച്ചുകൂടി അഗ്രസീവാണ്, അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ പിന്നെ ചില ആളുകൾ പിന്നെ ഇവർ പലപ്പോഴും അത്ര ആളുകൾ അത് അറ്റാക്ക് ചെയ്ത് കണ്ടിട്ടില്ല. എന്നാൽ കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള സന്ദീപ് വാര്യർ ഇങ്ങനെയുള്ള ആളുകളെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ കാണുന്നതാണ്. സുരേഷ് ഗോപിയിലൂടെ BJP ക്ലച്ച് പിടിക്കുന്ന എന്നിട്ട് അപ്പോൾ സുരേഷ് ഗോപി എന്താ വലിയ പ്രശ്നക്കാരാണ്. സുരേഷ് ഗോപി ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ സുരേഷ് ഗോപിനെ അറിയുന്ന ആളുകൾ സുരേഷ് ഗോപി പണ്ടേ പറഞ്ഞില്ല, എനിക്ക് 2.5 വർഷം കഴിഞ്ഞിട്ട് മന്ത്രിസ്ഥാനം മതി,
മോഡി സുരേഷ് ഗോപിനോട് പറഞ്ഞു ജയിച്ചാൽ തോറ്റാലും സുരേഷേ മന്ത്രിസഭയിൽ വരണം. എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നപ്പോൾ പിന്നെ തൃശ്ശൂർ ഇലക്ഷന് മുമ്പ് വന്നപ്പോഴോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ദുബായിൽ പോയിരുന്നു, അവിടെ ക്ഷേത്രത്തിന് ഉദ്ഘാടനം ഉണ്ടായിരുന്നു, സുരേഷ് ഗോപിയും പോയിരുന്നു. ആ സമയത്ത് മറ്റേ പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് 2.5 വർഷം വേണം, സിനിമയുണ്ട്, 22 സിനിമയുണ്ട് എന്ന് പറഞ്ഞു. സുരേഷ് ഗോപി പറയാനും കാരണമുണ്ട്. സുരേഷ് ഗോപിൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ സിനിമയിൽ 10 കോടി കൂടുതൽ അങ്ങനെയുള്ള പ്രതിഫലം പോകണം. അതിലയാൾക്ക് നല്ലൊരു പകുതിൻ്റെ അടുത്ത് ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കണം. ഉദ്ഘാടനത്തിന് കിട്ടുന്ന നമ്മൾ അങ്ങനെ ചാരിറ്റിക്ക് ഉപയോഗിക്കണം. പിന്നെ എൻ്റെ അടുക്ക വന്ന സംഭവം ഈ മന്ത്രി MP ആണെന്ന് വിചാരിച്ച് ചുളിവിൽ ഉദ്ഘാടനം നടത്തിപ്പിക്കേണ്ടെന്ന് അത് അയാൾ പറഞ്ഞെന്താ അറിയോ? ഔദ്യോഗിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്യില്ല എന്നല്ല, ഈ മണ്ടന്മാരെ പോലെ അല്ല. പിന്നെ സുരേഷ് ഗോപി ഈ പറയുന്ന ഇവന്മാരെ പോലെ ചിത്രം കൊണ്ട് നടക്കുക. അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ജില്ലാ ഉദ്ഘാടനം അത് MP അല്ലല്ലോ ഉദ്ഘാടനം ചെയ്യുന്നത്. എത്ര MP മാരുണ്ട്, എത്ര MP മാരെ കൊണ്ട് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യിപ്പിക്കേണ്ട ജില്ല നിങ്ങൾ കുഞ്ചാക്കോ അവനെ കൊണ്ടല്ലേ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. ഷാഫി പറമ്പിൽ അന്ന് സന്നിധാനായിരിക്കും, അത്രയേ ഉള്ളൂ. സാന്നിധ്യം 10 ബാങ്ക് കൊടുക്കാർക്കാണ് കുഞ്ചാക്കോ അവനല്ലേ. അതാണ് അങ്ങനെ പറഞ്ഞത്. ഔദ്യോഗിക പരിപാടി ഉദ്ഘാടനം ചെയ്യില്ല എന്നല്ല. പിന്നെ സുരേഷ് ഗോപിനെ പോലെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളുകൾ നോക്കിയും കണ്ടുമല്ല എന്താ പറയും നിങ്ങൾ വിചാരിച്ചു. മൂപ്പര ഭാഷയിൽ പലപ്പോഴും ഭരചന്ദ്രൻ കടന്നു വരും. എനിക്ക് കുറച്ചൊക്കെ മൂപ്പര അച്ഛൻ്റെ സ്വഭാവമാണ്, പിന്നെ കുറച്ചൊക്കെ മൂപ്പര് ഭരചന്ദ്രൻ ബോധവും കടത്തി വിടുന്നുണ്ട്. കാരണം ഭരചന്ദ്രൻ വളരെ സക്സസ്ഫുള്ളാണ്, ഒരുപാട് ആളുകൾ സ്വാധീനിച്ചു. അപകടം ചെയ്യത്തില്ലേ അദ്ദേഹം? എന്താ മനസ്സിലുള്ളത്? അല്ല, അപകടം ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴേക്ക് ഉണ്ട്. അയാൾക്ക് അത് ഗുണം ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപകടം ചെയ്യാൻ ഇപ്പോഴേക്ക് ഉണ്ടാവണ്ടായിരുന്നു. പുതിയ നമ്മൾ വാർത്ത വരുന്നതെന്ന് വെച്ചാൽ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കും എന്നൊക്കെ. അത് സന്തോഷം. മൂപ്പര് സന്തോഷിക്കും. കൊച്ചി ഇനിയിപ്പോൾ മറ്റേ സിനിമയിൽ പറയുന്നവരെ വണ്ടനും പോയി വിട്ടനും പോയി വോട്ടും കിട്ടിയെന്ന്. മൂപ്പർക്ക് 2.5 പ്രാവശ്യം സിനിമ മൂപ്പർക്ക് അങ്ങനെ അധികാരത്തിന് വീണാൻ പോകുന്ന ആളല്ല സുരേഷ് ഗോപി. അതൊക്കെ അങ്ങനെ വലിയ താല്പര്യമില്ല. അത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഗവൺമെൻറ്റുമായി ചെയ്യുന്ന ചില ലിമിറ്റേഷൻസ് ഉണ്ട്. മൂപ്പരായി പൈസ മൂപ്പർക്ക് ഫ്രീ ആയി ചെയ്യാൻ പറ്റും. പിന്നെ കമ്മിറ്റഡ് ആയുള്ള സിനിമകൾ, പിന്നെ അങ്ങനെ നല്ല ദൈവവിശ്വാസിയാണ്. മലയാള സിനിമയിൽ 2 തവണ അങ്ങനെ സംഘടിതമായിട്ട് ഔട്ടാക്കിയതാണ് BJP ചേർന്ന് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് 3ാമത്തെ തവണ തിരിച്ചു വന്ന ഒരേ ഒരു നടനുള്ള അയാളുടെ പേരാണ് സുരേഷ് ഗോപി. അത് അയാൾക്ക് ദൈവം അയാളോട് കാണിക്കുന്ന ഒരു കൃപയാണ്. അതിനെ കണ്ടില്ല കാണിക്കാൻ അയാൾക്ക് പറ്റും. അയാൾ വലിയ വിശ്വാസിയാണ്. മൂകാംബികൻ്റെ ഒക്കെ ഭയങ്കര വിശ്വാസിയാണ്, ഗുരുവായൂരപ്പൻ്റെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് മൂപ്പർക്ക് ആ സിനിമകൾ ചെയ്യണം, ആ കരിയർ ഡെവലപ്പ് ചെയ്യണം. ഇപ്പം മന്ത്രിയാണെങ്കിൽ മൂപ്പർ ആഗ്രഹം, ഒരു മന്ത്രിയാണെങ്കിൽ അന്നാവാമായിരുന്നു. അന്ന് 2 തവണ അമിത്ഷാ ചോദിച്ചാണ്, വേണ്ടാന്ന് പറഞ്ഞാണ്. അപ്പം അങ്ങനെയൊക്കെ കൃത്യമായ വ്യക്തതയുണ്ട്. പിന്നെ ഒരു MP മന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറ്റും. അതിനങ്ങനെ മനസ്സിരുത്തണം. MP എന്ന രീതിയിൽ ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ മന്ത്രിയാകുമ്പോൾ കുറച്ച് നമ്മൾ പ്രത്യേകം മോഡിയുടെ അണ്ടറിൽ മന്ത്രിയാകുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങി കിടക്കാനും പറ്റില്ല. മോഡി ആ 8 മണിക്ക് ഓഫീസിലെത്തി വൈകുന്നേരം 6 മണിക്ക് അയാൾ പോകുള്ളൂ. അത് കഴിഞ്ഞ് പ്രോഗ്രാം സപ്പോർട്ട് കൊടുക്കണം. മോഡിയുടെ അണ്ടറിൽ മന്ത്രിയായിരിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ സുരേഷ് ഗോപി ആദ്യം അറിയുന്നതുകൊണ്ടാണ് അയാൾ ഇല്ലയെന്ന് പറഞ്ഞത്. അപ്പം ഇവർ ഈ മോഡി നിർബന്ധിച്ചു, സുരേഷ് അങ്ങനെ കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പം പറഞ്ഞ് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ 4 ദിവസം ഇങ്ങനെ ഡൽഹിയിൽ നിൽക്കണം. അപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമ എടുക്കും, മലയാള സിനിമ ഡൽഹിയിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റും. ജോഷി സാറിനെ കൊണ്ട് ന്യൂഡൽഹിക്ക് 1, 2, 3, 4 ദിവസം എടുപ്പിക്കാൻ പറ്റില്ലല്ലോ. അല്ല, കശ്മീർ 1, 2, 3, 4 ദിവസം എടുപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മൂപ്പര് ഇപ്പം തൽക്കാലം താല്പര്യമില്ല. മൂപ്പർക്ക് ഒഴിവാക്കിക്കൊടുത്താൽ മൂപ്പർക്ക് അത്രയും സന്തോഷം. മൂപ്പര് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല. ഇയാൾ അങ്ങനെ അവനവന് വേണ്ടി അധികാരം ആഗ്രഹിക്കുന്ന ആളല്ല സുരേഷ് ഗോപി. സുരേഷ് ഗോപി അധികാരം ആഗ്രഹിക്കുന്ന നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം അയാൾക്ക് സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സിനിമ ചെയ്യണമെങ്കിൽ കുടുംബത്തിൽ സേഫ് ആക്കാൻ പറ്റും. നാട്ടുകാരെ മുമ്പ് ചെയ്ത പോലെ ലക്ഷ്മിയുടെ പേരിലുള്ള മരിച്ച മോളെ പേരിലുള്ള ഫൗണ്ടേഷൻ വഴി സഹായിക്കാൻ പറ്റും, ഒന്നാമത്തെ കാര്യം. 2, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് സിനിമ ഇപ്പോൾ നിലവിൽ കമ്മിറ്റ് ചെയ്ത സിനിമകളും ചെയ്യണം ആഗ്രഹിക്കുന്ന 1, 2 സിനിമയുണ്ട്. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പര് ഫുൾ ടൈം പൊളിറ്റീഷ്യനാണ്. ആ സുരേഷ് ഗോപിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഇതിപ്പം ഭരചന്ദ്രനായിട്ടേ ഉള്ളൂ. ഇനി നിങ്ങൾ ചാക്കോച്ചി വരെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ, അല്ല നന്ദഗോപൻ ഉണ്ടല്ലോ മറ്റേ പത്രത്തിലെ, അതുവരെ എത്തിക്കഴിഞ്ഞാലാണ് നിങ്ങൾ രാഷ്ട്രീയക്കാരനായ സുരേഷ് ഗോപിയെ കാണാൻ പോകുന്നത്. രാഷ്ട്രീയക്കാരനായിട്ടില്ല, അല്ലെ ജനാധിപത്യത്തിൽ ആദ്യം നായനാണ്. രാഷ്ട്രീയക്കാരൻ പൂർണ്ണമായിട്ടായില്ല. സുരേഷ് ഗോപി ഇപ്പം ബേസിക്കലി സിനിമ നടൻ തന്നെയാണ്, പൊളിറ്റിക്കൽ ഓറിയന്റേഷനുള്ള സിനിമ നടനാണ്. അല്ല, അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് കൊണ്ടാണ് സുരേഷ് ഗോപി അഭിനയം നിർത്തൂ. അല്ല, അല്ല ഇയാളെ ഇമേജ് താക്കണേ. ഇവരാദ്യം പറഞ്ഞിരിക്കുന്നുണ്ട് ഇലക്ഷൻ സമയത്തൊക്കെ ഇയാളൊരു നല്ല മനുഷ്യനാണെന്ന് ആളുകൾ പറയുന്നു. നല്ല മനുഷ്യനോ? ഒരു കുട്ടീനോട് ഇയാൾ സഹായം ചോദിച്ചു വന്ന കുട്ടീനോട് ഇയാൾ ഗോവിന്ദനോട് പോയി പറയുന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇയാൾ ഗുരുവായൂർ മറ്റേ പോയ സമയത്ത് ഈ എതിർ രാഷ്ട്രീയ പാർട്ടി ഇയാൾ ഇറിറ്റേറ്റഡ് ആക്കി. അത് നമ്മൾ ഗോപാലകൃഷ്ണനും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് എന്തോ കാര്യം ചോദിച്ചു വന്നു. സുരേഷ് ഗോപി എന്തോ പറഞ്ഞുള്ളത് ശരിയാണ്, എന്നെ ഗവൺമെൻറ്റിനോട് പറയുന്നിട്ട് പോകും. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞ് ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി തിരിച്ചു ആ കുട്ടി പോയോ വിളിക്കുന്നതാണ്. സുരേഷ് ഗോപി അങ്ങനെ പ്രശ്നമുണ്ട്, ഇമ്പൾസീവാണ്. ഇയാൾ 100 കൂട്ടം ഉപകാരങ്ങൾ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ പറ്റിപ്പോയ ഒരു കൈപ്പയാണത്. അപ്പോൾ ഗോപാലകൃഷ്ണൻ നോക്കിയ സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് ആ വിഷയം. ഈ വിഷയം എടുത്തിട്ടാണ് ഇയാൾ നല്ല മനുഷ്യന് എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ചെയ്തിട്ട് പിന്നെ അയാളെ വേറെ രീതിയിൽ കൊടുക്കാൻ നോക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇലക്ഷൻ സമയത്ത് മൊത്തം സുരേഷ് ഗോപി
തൃശ്ശൂർ ആര് ജയിക്കും, മുരളിയോ സുനിലേട്ടനോ, മുരളിയേട്ടനോ സുനിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. സുരേഷ് ഗോപി യുദ്ധത്തിലില്ല. മിക്ക സഭകളും 2ാം സ്ഥാനത്ത് സുരേഷ് ഗോപി പറയുമ്പോൾ അവരുടെ സഭയിൽ സുരേഷ് ഗോപി ഇല്ല. സുരേഷ് ഗോപി ജയിച്ച് കഴിയുമ്പോൾ അവർക്ക് പറയാൻ ബുദ്ധിമുട്ട്. അവസാനം ജയിച്ച് ഇനി അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സുരേഷ് ഗോപി അഭിനയം നിർത്തണം. എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. എന്തായാലും ആ സ്നേഹം കവിടതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇതൊക്കെ അച്ചായന്മാരെ എടുത്താണ് ഈ മുസ്ലിംസ് ഏതാണ്ട് സുരേഷ് ഗോപി വോട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്ത്രീകളും കുറച്ച് യുവാക്കളെ ചെയ്തിട്ടുള്ളൂ. സുരേഷ് ഗോപിനെ പ്രധാന ഷിഫ്റ്റ് ഈഴവാസിൻ്റെ ഇടയിലും അച്ചായന്മാരുടെ ഇടയിലാണ്. അച്ചായന്മാർ ഇവരെ പേര് കേൾക്കുമ്പോൾ തന്നെ അച്ചായൻ ചെയ്യുന്ന 2 വോട്ട് സുരേഷ് ഗോപിക്ക് ചെയ്തേക്കാം. ചിലപ്പോൾ അച്ചായൻ പോയി കള്ളവോട്ടും ചെയ്യും. എന്നാൽ ജയിക്കട്ടെ എന്ന് വിചാരിച്ചില്ല. അച്ചായന്മാർ പൊതുവെ കള്ളവോട്ട് ചെയ്യാറില്ല. പക്ഷേ ഇവന്മാർ ഈ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഗൾഫ് വിദേശത്തുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട് അവരൊക്കെ വീട്ടിൽ. അപ്പോൾ അവർ വിചാരിക്കും എന്നാൽ പിന്നെ ശരി. അല്ലെങ്കിൽ അവന്മാരെ വീഴ്ത്തി ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ട് തൃശ്ശൂരുള്ള അച്ചായന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പൈസയ്ക്കൊന്നും ഒരു പഞ്ഞമില്ലാതാണ്. ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരുത്തി അവർ വോട്ട് ചെയ്യിപ്പിക്കും. ഇവർക്ക് ഈ ലോകത്താണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.